ഈ വീട്ടിൽ വളർത്താൻ ഏറ്റവും നല്ല ഡോഗ് ബ്രീഡ് ഏതാണ്? അങ്ങനെ ഒരു വീട്ടിലകത്ത് വളർത്താൻ പറ്റിയ ബ്രീഡില്ല. വാട്ട് ഡു യു മീൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ഡോഗിനെ ഈശ്വരൻ സൃഷ്ടിച്ച് തന്നെ നാക്കിൻ്റെ മുകളിൽ ഒരുപാട് സ്വീറ്റ്നെസ് അളന്ന് നന്നായിട്ട് ആസ്വദിക്കാനുള്ള ടേസ്റ്റ് ബഡ് കൊടുത്തിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചത് തന്നെ. നേരെ മറിച്ച് പൂച്ചകൾക്ക് അങ്ങനെയല്ല. പൂച്ചകൾക്ക് സ്വീറ്റ്നെസ് അളക്കുന്ന ടേസ്റ്റ് ബഡ് ഇല്ല. നെവർ ഗീവ് ചോക്ലേറ്റ് ടു ഡോഗ്സ്. കാരണം ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോ പൊടി വെച്ചിട്ടാണ്. ചോക്ലേറ്റ്, ഗ്രേപ്സ്, പഴുത്ത മുന്തിരിങ്ങ, ഉണങ്ങിയ മുന്തിരിങ്ങ, ഈ റൈസിൻസ് 3 എണ്ണം കൊടുക്കരുത്. കൊടുക്കാനേ പാടില്ല ഇത് 3. പിന്നെ പറയുന്ന ഉള്ളികൾ 3 എണ്ണം, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള കൊടുക്കരുത്. ഒരു 5 മാസമുള്ള ഗ്രേറ്റ് ഡെയിനെ പോലെയാണോ ഇരിക്കുന്നത് 5 മാസമുള്ള മിനിയേച്ചർ പിൻഷർ? രണ്ടുപേരും 5 മാസമേ ഉള്ളൂ. നമ്മൾ 1 കിലോ ഇരുമ്പിനാണോ ഭാരം കൂടുതൽ, 1 കിലോ പഞ്ഞിക്കാണോ ഭാരം കൂടുതൽ എന്ന് പറയുന്ന പോലെ ഇരിക്കും. അപ്പോൾ രണ്ടും 5 മാസമാണ്. ഈ ഡോഗ്സിന്റെ ഉള്ളിൽ വളർത്തുമ്പോൾ ഞാൻ സാറിനോട് ഇന്റർവ്യൂവിന് മുന്നേ ചോദിച്ചതാണ്, ഏതെങ്കിലും തരത്തിൽ അവർ ഫിസിക്കാലിറ്റി അത് ബാധിക്കുമോ? കാരണം ചില നായ്ക്കുട്ടികൾക്ക് കാലിന് വളവുകൾ വരാം എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? ഇതും വ്യത്യാസമുണ്ട്. പണ്ട് കാലത്ത് ഡോഗ്സ് ഒന്നും വീടിൻ്റെ അകത്തായിരുന്നില്ല. എന്നാൽ പണ്ട് കാലത്ത് എല്ലാം സിമെൻറ്റ് തറകളായിരുന്നു. അന്നൊക്കെ റഫായിട്ടുള്ള ഫ്ലോർ ആയിരുന്നു. ഇന്നെല്ലാം മാറി ഗ്രാനൈറ്റും മാർബിളും വളരെ സ്മൂത്തായിട്ടുള്ള ഫ്ലോറുകളായി. അതുകൊണ്ട് ചെറിയ ബ്രീഡുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഹിപ്പിന് പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അക്വയർഡ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അക്വയർഡ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ അത് വരുന്നതെല്ലാം വലിയ ബ്രീഡുകൾക്കാണ്. ലാബ്രഡോർ, ഡോബർമാൻ, ഗ്രേറ്റ് ഡെയിൻ, പിന്നെ ജർമ്മൻ ഷെഫേർഡ്, ഇങ്ങനെയുള്ള വലിയ വലിയ ബ്രീഡുകൾ ഇതിനൊക്കെ വീടിൻ്റെ അകത്ത് വളർത്തുന്നവരുണ്ട്. അപ്പോൾ ഇവർ കാലാന്തരത്തിൽ സ്മൂത്ത് ഫ്ലോറിൽ എപ്പോഴും നിന്നിട്ട് ഈ പുറകിലത്തെ കാല് ഗ്രിപ്പ് ചെയ്ത് ബാലൻസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ഈ സ്ട്രെയിൻ കാലാന്തരത്തിൽ ഹിപ്പ് ജോയിൻറ്റിന് നല്ല തേയ്മാനം ഉണ്ടാക്കും. ആ തേയ്മാനമാണ് നമ്മൾ ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന് പറയും. അക്വയർഡ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ. അതൊരു ഗുലുമാല് പിടിച്ചൊരു അസുഖമാണ്, ഗുരുതരമായൊരു അസുഖമാണ്. അത് ചികിത്സിച്ച് മാറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട് നമുക്ക്. എങ്കിൽ പോലും അതുണ്ടാവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. നമ്മൾ ഈ സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോറിൽ പ്രത്യേകിച്ച് ലാർജ് ബ്രീഡുകളെ വളർത്തുമ്പോഴത്തേക്ക്, ടോയ് ബ്രീഡൊക്കെയാണ് കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് ഷിഡ്സു ആണ്. അവൾക്ക് യഥേഷ്ടം നടക്കുക. അവൾ ആപ്പാട് 4.5 കിലോ ഉള്ളൂ. അവൾക്കൊന്നും ഉണ്ടാവില്ല. ഒന്നും ഒരു സെയിൻറ്റ് ബെർണാർഡിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്, ഒരു 45-50 കിലോ ഉണ്ടാവും. അതെ, വഴുകി എപ്പോഴും വഴുക്കി ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഹിപ്പിനാണ് ഈ പിടുത്തം മുഴുവൻ വീഴുന്നത്. അപ്പൊ അത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമുക്ക്? വരാതിരിക്കാൻ അവനെ വീടിൻ്റെ അകത്ത് സ്മൂത്ത് ഫ്ലോറിൽ വളർത്താതിരിക്കുക നല്ലത്. അവന് പ്രത്യേകിച്ച് ഒരു സ്ഥലം കൊടുക്കണം. അതൊരു വീടിൻ്റെ പുറകിലത്തെ ഒരു വർക്ക് ഏരിയ ആവട്ടെ. ആ വർക്ക് ഏരിയ മുഴുവൻ റഫായിട്ടുള്ള ഈ മാറ്റ് കൊണ്ടും റബ്ബർ മാറ്റ് കൊണ്ട് അവിടെ പതിച്ചേക്കണം. ആ റബ്ബർ മാറ്റിൻ്റെ മുകളിൽ വേണം നിൽക്കാൻ. ആ ഗ്രിപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റും. വീടിൻ്റെ അകത്തല്ലല്ലോ. കാരണം നമുക്ക് എന്തുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ പെറ്റ് വീടിൻ്റെ അകത്ത് വേണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അത് വർക്ക് ഏരിയ കൊടുത്തേക്കണം. വർക്ക് ഏരിയയിൽ അവനെ മാറ്റിൻ്റെ മുകളിൽ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ വീട്ടിൽ വളർത്താൻ ഏറ്റവും നല്ല ഡോഗ് ബ്രീഡ് ഏതാണ്? ഇതും മറ്റൊരു ചോദ്യം, രസകരമായ ചോദ്യമാണ്. അങ്ങനെ ഒരു വീട്ടിലകത്ത് വളർത്താൻ പറ്റിയ ബ്രീഡില്ല. വാട്ട് ഡു യു മീൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? അത് എൻ്റെ താല്പര്യം എന്താണ്? എൻ്റെ ഇപ്പോൾ ഒരു വെറ്റനറി ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രീഡുകളും വളർത്താം. എന്നിരുന്നാലും ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ UK യിലും US ലും ഒക്കെ ഒരു ഡോഗിനെ ഇവിടുത്തെ പോലെ വാങ്ങിച്ചങ്ങ് വളർത്താൻ പറ്റില്ല. അവിടെ ഒരു ഡോഗിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ നിയമങ്ങളുണ്ട്. RSPCA ഒരു സംഭവമുണ്ട്, ഒരു ഏജൻസി ഉണ്ട്. RSPCA അറിയിച്ചിട്ട് അവർ വന്നിട്ട് ആദ്യം നമ്മുടെ വീടിൻ്റെ പ്രിമൈസൊക്കെ നോക്കും, എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് അത്രയും സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിൽ ഏത് ബ്രീഡിനെ വളർത്താൻ പറ്റും അതൊക്കെ അവരാ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. അവർ തീരുമാനിക്കും. യു ക്യാൻ ഹാവ് ഓൺലി എ സ്മോൾ ബ്രീഡ് ലൈക്ക് എ പിക്കിംഗ് ഗീസ് എന്ന് അവർ പറയും. അപ്പം നമുക്ക് പിക്കിംഗ് ഗീസിനെയോ അല്ലെങ്കിൽ ഒരു ടോയ് ബ്രീഡിനെ മാത്രമേ വളർത്താൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്കിഷ്ടംപോലെ സ്ഥലമുണ്ട്. 3000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഒരു മീഡിയം സൈസ്ഡ് ബ്രീഡിനെ എനിക്ക് വളർത്താം. എനിക്ക് വലിയ മതിലുണ്ട്, അതിനകത്തൊരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. എനിക്ക് ഡോബർമാനെ വളർത്താം, അല്ലെങ്കിൽ ചാട്ടുളി പോലെ ഓടുന്ന ബ്രീഡുണ്ട്, വൈമറാണ്ടറിനെ വളർത്താം. എനിക്ക് വേണമെങ്കിൽ വേട്ടപ്പട്ടികളെ വളർത്താം, ഗ്രേറ്റ് ഡെയിൻസിനെ വളർത്താം. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ കണ്ണി, ചിപ്പിപ്പാറയും രാജപാളയം ഇവരെയൊക്കെ വളർത്താം. ഇവർക്കെല്ലാം നല്ല ഓടാൻ നല്ല സ്ഥലം വേണം. ബിക്കോസ് ദി ആർ ഓൾ സ്പോട്ടിംഗ് ബ്രീഡ്സാണ് ഇതെല്ലാം. പിന്നെ ഹെവിലി സ്പോട്ടിംഗ് ബ്രീഡ്സ് ഉണ്ട്. അപ്പോൾ ഗ്രേ ഹൗണ്ട്, സാലൂക്കി, ഇവരെയൊക്കെ വളർത്താനായിട്ട്
അതിന് നല്ല ദീസ് ആർ പക്ക സ്പോട്ടിംഗ് ഡോഗ്സ്. ആ സാലൂക്യം ഗ്രേറ്റ് ഈ ഗ്രേ ഹൗണ്ടിനെ കൊണ്ടുവന്നിട്ട് 2 സെൻറ്റും 3 സെൻറ്റും ഉള്ള ഭൂമിയിൽ വളർത്തി കഴിഞ്ഞാൽ ആ പട്ടി പോവും, കയ്യിൽ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്രീഡിനെ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൾവേസ് ബെറ്റർ യു കൺസൾട്ട് എ പെറ്റ് ക്ലിനീഷ്യൻ. അദ്ദേഹം പറഞ്ഞ് പെറ്റ് ക്ലിനീഷ്യൻ, ഞാൻ ആ വാക്ക് എടുത്തു പറയുന്നു, നോട്ട് ഒരു സാധാരണ വെറ്ററി ഡോക്ടർ അല്ല, ഒരു പെറ്റ് ക്ലിനീഷ്യൻ. പെറ്റ്സിനെ കുറിച്ച് ആഴത്തിലുള്ള അവഗാഹമുള്ള ഒരു പെറ്റ് ക്ലിനീഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു തരും ഏതിനെ വളർത്തണമെന്ന്. അതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരുപാട് ചോദ്യം കിട്ടാറുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത്, നമുക്ക് ഒരു പട്ടിയെ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ യു ഗോ ഫോർ എ സ്മോൾ ബ്രീഡ്, ടോയ് ബ്രീഡ്. ഒരു ബീഗിൾ, ഷിറ്റ്സു, പിക്കിംഗീസ്, മിനിയേച്ചർ പിൻഷർ, ഡാഷൻഡ്, ഇതെല്ലാം ടോയ് ബ്രീഡ്സാണ്. ഇതെല്ലാം നമുക്ക് വീടിൻ്റെ അകത്ത് വളർത്താൻ പറ്റിയ ഒതുങ്ങിയ കൊച്ചു കൊച്ചു ബ്രീഡുകളാണ്. ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, രോമം പൊഴിച്ചിലും ഇല്ല. ഈ ബീഗിളും ഡാഷൻഡ് എന്നൊക്കെ പറയാൻ ഷോർട്ട് ഹെയർഡ് ബ്രീഡ്സാണ്. രോമം പൊഴിയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ അഡ്വാൻറ്റേജ് അതിൻ്റെ അടുത്തുണ്ട്. എന്നാൽ കടിക്കുമോ? ബീഗിൾ നന്നായിട്ട് കടിക്കും, വേട്ടക്കാരനല്ലേ, ഹിസ് എ ഗുഡ് ഹൗണ്ട്. ഡാഷുണ്ട്, നല്ല കടിക്കാനാണ് അവൻ, ആകെപ്പാട് ആളിത്തരം ഉള്ളൂ, പക്ഷെ നന്നായിട്ട് കടിക്കും അവൻ. അങ്ങനെ അപ്പം ഉള്ളൊരു ഗാഡ് ബ്രീഡാണോ അതുമാണ്, എന്നാൽ ഹാൻഡി ബ്രീഡാണോ അതുമാണ്, എന്നാൽ ചെറിയ ബ്രീഡാണോ അതുമാണ്. അപ്പോൾ ഈ ചെറിയ ബ്രീഡുകളാണ് കുറച്ചുകൂടി സേഫ് എന്നുള്ള രീതിയിൽ സേഫാണ്. ഓക്കെ. നമ്മൾ ഈ ഡോഗ്സിന് ചോക്ലേറ്റ്സ് കൊടുക്കുക, നമ്മൾ എന്ത് കഴിക്കുന്ന എന്തും, ഇപ്പൊ ഞാൻ എൻ്റെ ഡോഗിനെ സംബന്ധിച്ച് ഞാൻ എന്ത് കഴിച്ചാലും അവളെ ഇങ്ങനെ നോക്കും. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി ഞാൻ അവൾക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറും. പക്ഷെ നമ്മൾ ഈ ഡോഗ്സിന് ചോക്ലേറ്റ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഷുഗർ കൂടുതലുള്ള കണ്ടന്റുകൾ ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? തെറ്റിദ്ധാരണയാണ് കേട്ടോ, തെറ്റിദ്ധാരണ. ഡോഗിന് ഷുഗർ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പം മനുഷ്യൻ ഷുഗർ കഴിക്കുന്ന പോലെ തന്നെയാണ്. ഡോഗിനെ ഈശ്വരൻ സൃഷ്ടിച്ചത് തന്നെ നാക്കിൻ്റെ മുകളിൽ ഒരുപാട് സ്വീറ്റ്നെസ് അളന്ന് നന്നായിട്ട് ആസ്വദിക്കാനുള്ള ടേസ്റ്റ് ബഡ് കൊടുത്തിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചത് തന്നെ. നേരെ മറിച്ച് പൂച്ചകൾക്ക് അങ്ങനെയല്ല. പൂച്ചകൾക്ക് സ്വീറ്റ്നെസ് അളക്കുന്ന ടേസ്റ്റ് ബഡ് ഇല്ല. കാരണം പൂച്ചകൾ ഫിലൈനാണ്. അവൻ കടുവയാണ്, അവൻ സിംഹമാണ്, അവൻ പുലിയാണ്. അവൻ മുട്ടായി തിന്നല്ല ജീവിക്കുന്നത്. അവൻ ലൈവ് ഫ്ലഷ് കടിച്ച് പറിച്ച് ബ്ലഡ് കൂടെ കൂട്ടി വിഴുങ്ങി ശീലിക്കുന്നവനാണ്. അവൻ എന്തിനാ സ്വീറ്റ്നെസ് അറിയേണ്ട ഇതില്ല, അതിൻ്റെ ആവശ്യമില്ല. മറ്റവൻ ഹ്യൂമൻസിൻ്റെ കൂടെ ജീവിക്കുന്നവനാണ്. അങ്ങനെ അഡാപ്റ്റഡായി പണ്ട് കാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്ന പഴയ ജക്കാളുണ്ട്, ഇവൻ്റെ ആൻസിസ്റ്റേഴ്സ്, അവർക്ക് ഇത്രയും ടേസ്റ്റ് ബഡ്സ് ഇല്ലായിരുന്നു. പക്ഷെ 5000 വർഷമായിട്ട് ഇവൻ നമ്മുടെ കൂടെ തന്നെ ഡോഗ്. അങ്ങനെ വന്നപ്പോഴത്തെ പതുക്കെ ഇവൻ്റെ സ്വീറ്റ്നെസ് അളക്കുന്ന സ്വീറ്റ് ടേസ്റ്റ് ബഡ്സ് കൂടാൻ തുടങ്ങി. അതിൻ്റെ എണ്ണം കൂടി. ഇപ്പം മനുഷ്യന് എത്ര സ്വീറ്റ് ടേസ്റ്റ് ബഡ്സ് ഉണ്ടോ അത്രത്തോളം ഇവനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ സ്വീറ്റ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കും. ഈ സ്വീറ്റ് കൊണ്ട് അവനൊരു ദോഷം ഉണ്ടാകുകയില്ല. നിങ്ങൾ ഇത്ര ഇഷ്ടംപോലെ സ്വീറ്റ് കൊടുത്തോളൂ, പ്രൊവൈഡഡ് അവനൊരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ പാടില്ല. ഒരു ലാബ്രഡോറിന് കണ്ടമാനം സ്വീറ്റ് വാരി കൊടുത്തിട്ട് പൊതുവേ കുഴിമടിയാനാണ്. അവൻ കണ്ടമാനം സ്വീറ്റും കഴിച്ചുകൊണ്ട് വീട്ടിൽ അടങ്ങി ഒന്നും കിടക്കുകയാണെങ്കിൽ അവൻ തടി വെച്ച് അവസാനം എഴുന്നേറ്റ് നടക്കാൻ പറ്റാതുപോലെ ആവും. ഇത് സെയിം തിങ് ഹാപ്പൻസ് ഇൻ ഹ്യൂമൻസ്. ഒരു വ്യായാമം ഇല്ലാതെ ചുമ്മാ തിന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ക്യാരി ഒബേസിറ്റി. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തപോലെ ആയിപ്പോവും. ദ സെയിം തിങ് ഹാപ്പൻസ് ഹിയർ ഓൾസോ. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊവൈഡഡ് എന്നുള്ള ഒരു ക്ലോഷർ ഒരു ക്ലാസ് അവിടെ പറഞ്ഞത്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കണം. പിന്നെ ചോക്ലേറ്റിൻ്റെ കാര്യം അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നെവർ ഗീവ് ചോക്ലേറ്റ് ടു ഡോഗ്സ്. കാരണം ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോ പൊടി വെച്ചിട്ടാണ്. കൊക്കോയുടെ ഉണങ്ങിയ കുരു ഉണക്കി പൊടിച്ചതാണ് ചോക്ലേറ്റ്. എല്ലാ ചോക്ലേറ്റിലും ചോക്ലേറ്റ് ആണോ അതിൽ കൊക്കോ ഉണ്ടാകണം എന്നേ ഉള്ളൂ, ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അത് പറയാം. അപ്പോൾ ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ലെന്ന് പറയാൻ ഈ കൊക്കോയുടെ പൊടി കൊണ്ടുകൊണ്ടാണ്. കൊക്കോ പൊടിക്കകത്ത് ഇഷ്ടം പോലെ തിയോഫിലിനുണ്ട്. തിയോഫിലിൻ ഒരു ആൽക്കലോയിഡാണ്. ഈ ആൽക്കലോയിഡ് നമുക്കൊരു ഉന്മാദം തരും. ചായയിൽ തേയിലയിലൊക്കെ ഇഷ്ടം പോലെ തിയോഫിലിനുണ്ട്. അതുകൊണ്ടാണ് ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ കൊക്കോയിലൊക്കെ ഉള്ള തിയോബ്രോമിനാണ്. തിയോബ്രോമിനും തിയോഫിലിനൊക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെ നിൽക്കുന്നതാണ്. തിയോബ്രോമ കൊക്ക എന്നാണ് എൻ്റെ ശരിക്കുള്ള ആ സസ്യത്തിൻ്റെ പേര് തന്നെ, തിയോബ്രോമ കൊക്ക. അപ്പോൾ തിയോബ്രോമിനകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും ഒരു ഉന്മേഷം കിട്ടും. അപ്പോൾ അത് കൊക്കോ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം കിട്ടേണ്ടതാണ്. അപ്പോൾ ഡോഗ്സിന് നമ്മളെക്കാട്ടിലും 10 times സെൻസിറ്റീവാണ് ഈ തിയോബ്രോമിൻ ശരിക്കും ഉത്തേജിപ്പിച്ച് മനസ്സിനെ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ചില നെർവുകളെ ഉത്തേജിപ്പിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എറിത്മിയ, ഹൃദയത്തിൻ്റെ താളം തെറ്റിപ്പോവും. അവരുടെ സിവിയർ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകും. ഡോഗ്സ് 10 ഇരട്ടിയുള്ള സെൻസിറ്റീവാണ്. അതുകൊണ്ട്
ചോക്ലേറ്റ് അടങ്ങിയ ഫുഡൊന്നും, ചോക്ലേറ്റ് അടങ്ങിയ എന്തൊക്കെ ചോക്ലേറ്റ് അടങ്ങിയ മിൽക്ക്, ഈ മുട്ടായികളുണ്ട്, ചോക്ലേറ്റ് അടങ്ങിയ ഐസ്ക്രീം ഉണ്ട്, ചോക്ലേറ്റ് അടങ്ങിയ ഒരുപാട് സ്വീറ്റ്സും മറ്റൊരുപാട് പലഹാരങ്ങളും വാങ്ങി കിട്ടുന്നുണ്ട്. അതൊന്നും ഡോഗിന് കൊടുക്കാൻ പാടില്ല. എൻ്റെ ഒരു വളരെ വിശിഷ്ടനായ ഒരു ക്ലയൻറ്റ്, ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ച്, എന്തോന്ന് ഡോക്ടറെ പറയുന്നത്, എത്രയോ ചോക്ലേറ്റ് എൻ്റെ ഡോഗിന് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് എൻ്റെ ഡോഗിന് 12 വയസ്സുണ്ട്, അവന് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടൻ എവിടെ നിന്നാണ് ചോക്ലേറ്റ്? അപ്പുറത്തെ വാസുവേട്ടൻ്റെ കടയിൽ ഇഷ്ടംപോലെ ചോക്ലേറ്റ് കിട്ടും, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വാസുവേട്ടൻ്റെ കടയിൽ കിട്ടുന്ന കുന്നംകുളം ചോക്ലേറ്റ് ആയിരിക്കും. കാരണം കൊക്കോ പൗഡർ ഇസ് വെരി എക്സ്പെൻസീവ്. കുന്നംകുളം ചോക്ലേറ്റ് നാടിനെ അധിക്ഷേപിച്ച് പറയുന്നതല്ല, നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നത് ഉപയോഗിക്കുന്നൊരു വാക്കാണ് കുന്നംകുളം. ആ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്ന ഒരു നാട് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് കുന്നംകുളം ചോക്ലേറ്റ്. അപ്പോൾ ഇവിടെ നാട്ടുപുറത്ത് ഇവിടെ എന്താണ് കള്ളവും കപടവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഈ വ്യാജൻ ഇവിടെ ഇറങ്ങുന്നുണ്ട്, ചോക്ലേറ്റിൻ്റെ പേരിൽ വ്യാജൻ. ആ വ്യാജനിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൊക്കോ പൊടി ചേർക്കുന്നില്ല, പക്ഷെ അതിന് മുകളിൽ എഴുതി വെച്ചിരിക്കും കൊക്കോ ഉണ്ടെന്നൊക്കെ. കൊക്കോ അനലൈസ് ചെയ്ത് അറിയാൻ പറ്റും, കൊക്കോ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വെറുതെ സ്വീറ്റ് പഞ്ചസാര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഈ ഡോഗിനൊന്നും പറ്റാത്തത്. വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒറിജിനൽ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഐസ്ക്രീംസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഐസ്ക്രീം കൂടെ എന്ത് സ്വീറ്റ്, ചോക്ലേറ്റ് ഇല്ലേ ഒരു കുഴപ്പമില്ല. ഡോഗിന് നിഷിദ്ധമായിട്ടുള്ള കുറച്ച് ഫുഡുണ്ട്. അതിൽ നമ്പർ 1 ചോക്ലേറ്റ് ആണ്, നമ്പർ 2 ഗ്രേപ്സ് ആണ്. ഗ്രേപ്സ്, മുന്തിരിങ്ങ. അത് ചില ടെക്സ്റ്റ് ബുക്സ് പറയുന്നത് 4 large sized grapes, ripe grapes will be enough to destroy the kidney of a 20 kg body weight dog. 4 എണ്ണം മതിയാകും ചില ഘട്ടങ്ങളിൽ. അത്രത്തോളം ടോക്സിക് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഗ്രേപ്സ് കഴിയാവുന്നിടത്തോളം പഴുത്ത ഗ്രേപ്സ് കൊടുക്കാതിരിക്കുക. ഇനി പഴുക്കാത്ത ഗ്രേപ്സ് ആണ്, ഉണങ്ങിയ ഗ്രേപ്സ്, ഉണക്കമുന്തിരി, റേസിൻസ്, അതും പ്രശ്നമാണ്. അതും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കിഡ്നിക്ക് ദോഷം ഉണ്ടാവും. അവൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 സാധനങ്ങളാണ് ചോക്ലേറ്റ്, ഗ്രേപ്സ്, പഴുത്ത മുന്തിരിങ്ങ, ഉണങ്ങിയ മുന്തിരിങ്ങ, ഈ റേസിൻസ് 3 എണ്ണം കൊടുക്കരുത്. കൊടുക്കാനേ പാടില്ല ഇത് 3. പിന്നെ പറയുന്ന ഉള്ളികൾ 3 എണ്ണം, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള കൊടുക്കരുതെന്നല്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു പെറ്റ് പേരൻറ്റിനെ വിളിച്ചിട്ട് രാത്രി ടെൻഷൻ അടിച്ച് വിളിക്കുക, ഡോക്ടറെ വെളിയിൽ നിന്ന് പിന്നെ ഫാസ്റ്റ് ഫുഡ് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചുകൊണ്ട് അതിനകത്ത് 2 ഉള്ളി ഉണ്ടായത് ഡോക്ടറെ കൊടുത്തു പോയി, അയ്യോ എന്തെങ്കിലും പറ്റുമോ? അതൊന്നും പേടിക്കൊന്നും വേണ്ട. അങ്ങനൊന്നും ഉള്ളി അങ്ങനല്ല പറയുന്നത്, ഉള്ളി കൊടുക്കുകയേ ചെയ്യരുതെന്നല്ല. പക്ഷെ അകത്ത് ഡെലിബറേറ്റ്ലി ഡോഗ് ഉള്ളി കഴിക്കാറില്ല. ഒരു ഉള്ളിയുടെ പഞ്ചൻ്റെ സ്മെല്ലും കരയിപ്പിക്കുന്ന അതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കില്ല. ഒരു വല്ലാത്ത എരിയുന്ന മണമില്ലേ, കഴിക്കില്ല. എന്നിരുന്നാലും ചില ആൾക്കാർ ദഹനം ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് വെളുത്തുള്ളി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ ദിവസവും വെളുത്തുള്ളി വായിക്കത്തിട്ട് കഴിഞ്ഞാൽ കിഡ്നിക്കെല്ലാം ദോഷം വരും. അങ്ങനെ കൊടുക്കരുത്. ഉള്ളികൾ കഴിയാവുന്നിടത്തോളം അവോയ്ഡ് ചെയ്യണം. ഇനി കഷ്ടകാലത്തിന് ഒരു പീസ് അങ്ങനെ അകത്ത് പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. അതൊരു ഡെയിലി ബേസിസിൽ നമ്മളായിട്ട് ഡെലിബറേറ്റ്ലി ഫീഡ് ചെയ്യാതിരുന്നാൽ മതി. പിന്നെ കൊടുക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ് അവോക്കാഡോ ഫ്രൂട്ട്. അവോക്കാഡോ ഫ്രൂട്ട് എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ 8 തൊട്ട് 10% വരെ ഡോഗിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് വീക്ക്നെസ് സംഭവിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്നൊരു കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവോക്കാഡോ കൊടുത്ത എല്ലാ ഡോഗ്സിനും ഹൃദയം മോശമായി പോകുന്ന അങ്ങനൊന്നും ഇല്ല കേട്ടോ. കാരണം എല്ലാ മദ്യത്തിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ആൽക്കഹോൾ കൺസംഷൻ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചു തീർക്കുന്ന കേരളക്കാരാണ്. കേരളക്കാർക്ക് എന്നാൽ എല്ലാ കേരളക്കാർക്കും സിറോസിസും ഇല്ല. അവ കഴിക്കേണ്ട രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ. ഈ നമ്മള് ഡോഗ്സിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ഈ കൂടുകൾ അല്ലെങ്കിൽ ലിമിറ്റഡ് സർഫസിൽ വളരുമ്പോൾ അവരുടെ സ്വഭാവത്തെ അത് എഫക്റ്റ് ചെയ്യും. എഫക്റ്റ് ചെയ്യും. അവർക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് എഫക്റ്റ് ചെയ്യും. ഭയങ്കര ഫ്രസ്ട്രേഷൻസ്, ഡോഗിന് ഫ്രസ്ട്രേഷൻ വളരെ കൂടുതലാണ്. വളരെ ലിമിറ്റഡ് സർഫസിൽ ലിമിറ്റഡ് സ്ഥലത്ത് അവനെ നിർത്തി കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ സ്ഥലത്ത് കുറച്ച് കൂടുതൽ ഡോഗ്സ് അഗ്രസീവായി മാറും. അങ്ങനെയല്ല വളർത്തേണ്ടത്. ഡോഗിനെ അങ്ങനെയല്ല വളർത്തേണ്ടത്. അതിന് ഓരോ ഡോഗിന് മിനിമം ഒരു പപ്പായിരിക്കുമ്പോൾ തന്നെ അവന് 1 മീറ്റർ സ്ക്വയർ സ്ഥലമെങ്കിലും വേണം. മിനിമം 1 മീറ്റർ സ്ക്വയർ സ്ഥലമെങ്കിലും വേണം. അത് അഡൾട്ട് ആവും തോറും അത് കൂട്ടി കൊണ്ടുവരണം. അത് ഡിപ്പെൻസ് അപ്പോൺ ദ ബ്രീഡ് കേട്ടോ. ഇപ്പം ഡോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റയടിക്കാൻ ഒരു ആൻസർ പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് ഓൺ ദ ബ്രീഡ്. ഇപ്പം ഒരു 5 മാസമുള്ള ഗ്രേറ്റ് ഡെയിനെ പോലെയാണോ ഇരിക്കുന്നത് 5 മാസമുള്ള മിനിയേച്ചർ പിൻഷർ? രണ്ടുപേരും 5 മാസമേ ഉള്ളൂ. നമ്മൾ 1 കിലോ ഇരുമ്പിനാണോ ഭാരം കൂടുതൽ, 1 കിലോ പഞ്ഞിക്കാണോ ഭാരം കൂടുതൽ എന്ന് പറയുന്ന പോലെ ഇരിക്കും. അപ്പോൾ രണ്ടും 5 മാസമാണ്. പക്ഷേ 1 കിലോ ഒരു 6 മാസമുള്ള ഗ്രേറ്റ് ഡെയിൻ എവിടെ കിടക്കുന്നു, 6 മാസമുള്ള മിനിയേച്ചർ പിൻഷർ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിനും ലിവിങ് സ്പേസിൽ വ്യത്യാസമുണ്ട്.